കൊടുത്തത്. മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ബഷീർ മാസ്റ്റർക്ക് കള്ളുചെത്തിന്റെ രസതന്ത്രത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മദ്യപന്റെ അരുകുപറ്റി ആശ്രിതനായി കഴിയാൻ ഇഷ്ടപ്പെടുന്നത് ഉമർ മൗലവിയുടെ പുത്രൻ തന്നെയാവുമ്പോഴേ കഥ പൂർത്തിയാവുന്നുള്ളൂ. ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടണം. സാധാരണ ഇവിടെ 3-2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ എന്റെ തെങ്ങുകൾ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും 5 ലിറ്ററിന്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. അല്ല, ഇതിന്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന്ന് 10 ലിറ്ററിന്റെ മേലെ ഇപ്പൊ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് ഇത് കള്ള് ഷാപ്പിലൊക്കെ അവർക്ക് നമ്മളെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് 15 ലിറ്റർ കള്ള് കിട്ടും. 15 ലിറ്റർ കള്ള് എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരന്റെ കാലത്ത് പോലും ചെത്തുന്ന കള്ളിന്റെ പകുതി ഉടമസ്ഥനുള്ളായിരുന്നു. ഇപ്പോ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് ചെത്തുകാരൻ പറഞ്ഞു, അവിടെ ഇതിന്റെ മേലെ വെള്ളപ്പാടത്ത് ഒരു തെങ്ങിന്ന് 35 ലിറ്റർ കള്ള് ഇറക്കിയിരുന്നു. 35 ലിറ്റർ കള്ള് 30 രൂപ വെച്ചിട്ട് എത്ര രൂപയായി? 1050 റുപ്യ ഒറ്റ തെങ്ങിന്ന് കിട്ടിയിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയില് ഈ കള്ളിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ വികൃതമായിട്ടാണ് ഈ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഈ അബ്കാരികൾ ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ദൈവം മനുഷ്യനാക്കി ഉണ്ടാക്കിയ ഏറ്റവും നല്ല വസ്തു, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും നല്ല പ്രതിരോധ ശേഷിക്ക് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ മുലപ്പാലാണ്. ഈ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന, താരതമ്യം ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല, എന്തെങ്കിൽ അത് തെങ്ങിന്റെ കള്ളിന് മാത്രമേ. ലോറിക് ആസിഡ് പോലുള്ള അത്യപൂർവങ്ങളായ പല പ്രോട്ടീനുകളും ഈ തെങ്ങിന്റെ കള്ളിലുണ്ട്. കുട്ടികൾക്ക് വരെ നല്ല ഭക്ഷണമാണ്. ലോകം മുഴുക്കുള്ള ഏത് സ്ഥലത്തും ഈ സാധനം ഇങ്ങനെയുള്ള വളരെ ഉപകാരപ്രദമായ എത്രയോ സാധനങ്ങളാക്കി എന്തിനാ വീട്ടുകാർക്ക് തന്നെ കുടിക്കുക? പൂർണ്ണമായ